നമസ്കാരം. ഒടുവില് ഐസ് മലയിൽ മുട്ടിയിട്ട് തകർന്ന് തരിപ്പണമായി കഷ്ണമായിട്ട് കടലിൽ താഴ്ന്നു ടൈറ്റാനിക്. നമ്മളെല്ലാവരും കണ്ടതാണ് സിനിമയിൽ. ദൈവത്തിന് പോലും തൊടാൻ കഴിയാത്ത നടുക്കടലിലെ സ്വർഗം ആടിപ്പാടി ചാടി നടന്നു. മലയാള സിനിമ എന്ന ടൈറ്റാനിക്, ആ ടൈറ്റാനിക്കിന് മുന്നിലിതാ കൂറ്റൻ ഐസ് മല, ഹൈക്കോടതി. ഇനി ഇടതും വലതും തിരിഞ്ഞ് ഗതി മാറ്റാൻ അതിനി സമയമില്ല, അതിനി സാഹചര്യവുമില്ല. മലയാള സിനിമയ്ക്കിനി തട്ടിത്തകരാൻ തന്നെയാണ് വിധി. മുതൽ 5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പൂഴ്ത്തിവെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ പല സൂപ്പർ ദൈവങ്ങളും സൂപ്പർ ദേവതകളും അകത്താവും, അഴിയെണ്ണും. മലയാള സിനിമയുടെ ഗതി അവതാളത്തിലാകും. ഷൂട്ടിങ്ങുകളെല്ലാം മുടങ്ങും. അത് മാത്രമല്ല കാരണം, ഞങ്ങളുടെ സ്വന്തം സൂപ്പറുകൾ, ഞങ്ങളുടെ പഴയ പല പ്രസ്ഥാനങ്ങളുടെയും മേധാവികളായിട്ടിരിക്കുന്ന, ഞങ്ങളുടെ അനുയായികളായിട്ടിരിക്കുന്ന, ഞങ്ങളുടെ സഹയാത്രികരായിട്ടിരിക്കുന്ന പല ആളുകളും അഴിയെണ്ണും. ആയതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വലിയൊരു ഭാഗം അവര് വെട്ടിമാറ്റി. എന്നിട്ട് ആരെയൊക്കെ ബോധിപ്പിക്കാനായിട്ട് അതിന്റെ വാൽ കഷ്ണം ജനങ്ങളുടെ മുമ്പാകെ നൽകി. ഏതായാലും പല കളികളും നടന്നു. ഇപ്പൊ കോടതിയുടെ ഇടപെടലിലെത്തി. ഇനിയിപ്പോ സർക്കാരിന് കൈ കഴുകാം. സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് കിട്ടേണ്ടത് കിട്ടി. അവർ ഉമ്മാക്കി കാണിച്ച്, ഹേമ കമ്മിറ്റി എന്ന് ഉമ്മാക്കി കാണിച്ച് സൂപ്പറുകളുടെ കയ്യിൽ നിന്ന് കോടികൾ, ദശകോടികളും ശതകോടികളും സഹസ്രകോടികളും വാങ്ങിക്കഴിഞ്ഞു. ഇനി അവരെ കൈവിടാൻ കഴിയില്ല. ഇനി അവരെ ചേർത്ത് നിർത്താനും കഴിയില്ല. ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ പ്രതിപക്ഷം അടക്കമുള്ള ജനം ഇളകും. ഇലക്ഷൻ വരാൻ പോവുക. ഇലക്ഷൻ ചിലപ്പോൾ തലകുത്തി നിൽക്കേണ്ട ഗതികേട് വരും. അതേ സമയത്ത് തന്നെ ഇവർക്ക് കൈവിടാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധങ്ങളുള്ള, സാമ്പത്തിക ബന്ധങ്ങളുള്ള ആളുകളെ അവരെ രക്ഷിച്ചു നിർത്തുകയും വേണം. എന്തു ചെയ്യും? നടുക്കടലിലായിപ്പോയി. ഏതായാലും ഗവൺമെന്റിന്റെ രണ്ടാം തരം കളി അത് പുറത്തു വന്നു. ആരോ ചില ആളുകള് സംഭവത്തെ കോടതിയിലേക്ക് ആനയിച്ചു. ഇനി കോടതിയുടെ കയ്യിലാണ്. സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും കൈ കഴുകാം. ഞങ്ങൾ എന്ത് ചെയ്യും മക്കളെ? സൂപ്പറുകളോട് പറയാം, ഇനി കോടതിയിലാണ് കളി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒഴിഞ്ഞു മാറും. അതിനുവേണ്ടി കോൺക്ലേവ് നടത്താൻ പോവാണ്. 2 കൂട്ടം ആൾക്കാരെയും വിളിച്ച് പീഡനം അനുഭവിച്ചവരെയും വിളിപ്പിച്ച് കൈ കൊടുക്കാൻ വേണ്ടി ഒരു കോൺക്ലേവിന് പദ്ധതി ഇട്ടു. അതും പൊട്ടിപ്പോയി. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തില് അല്പം ഒരു ആശ്വാസം കിട്ടിയിട്ടുള്ളത്
ഗവൺമെന്റിനാണ്, സർക്കാരിനാണ്, അഥവാ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്. അനൽപമായിട്ടുള്ള ആശ്വാസം കിട്ടിയിട്ടുള്ളത് WCCക്കാർക്ക് പെൺപടയ്ക്ക് എന്ന് പറയാൻ കഴിയില്ല. കാരണം കാര്യം കോടതിയിലെത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പൂഴ്ത്തിവെക്കലും കാര്യങ്ങൾ അവിടെ നടക്കില്ല. കാരണം അവിടെ അവിടെ വാദികളുണ്ട്, പ്രതികളുണ്ട്, അവരുടെ വക്കീൽമാരുണ്ട്, എല്ലാം നൂല് തലമുടി നാര് ഇഴകേറി പരിശോധിക്കുന്ന പോലെ പരിശോധിക്കും. എല്ലാ രേഖകളും അവിടെ കൊണ്ടുവരേണ്ടി വരും. ആയതുകൊണ്ട് തന്നെ പല നടികളും അവർ ഭയപ്പെട്ടിരുന്ന കാര്യം തങ്ങളുടെ പേര് പുറത്താകുമോ, അത് പുറത്താകുക തന്നെ ചെയ്യും. വേറെ മാർഗങ്ങളൊന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാക്കാർ വെട്ടിലായിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. വലിയ വലിയ സിനിമാ താരങ്ങൾക്ക് മിക്കവാറും സെൻട്രൽ ജയിലിലേക്കുള്ള ഗോൾഡൻ വിസ അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുരുക്ക് എങ്ങനെ അഴിക്കും? അതിന് ഗവൺമെന്റ് കണ്ട മാർഗം നേരെ ഇതെല്ലാം കൂടി കോടതിയിൽ എത്തിക്കുക, കൈ കഴുകുക. വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. അത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല, ആളുകളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. ആളുകളുടെ പേരും ആ പേര് കൊടുത്ത ആളുകളുടെ പേരും എല്ലാം തന്നെ ആ ഒരു പോർഷൻ വെട്ടിമാറ്റിയിരിക്കുകയാണ്. ഇടകലർന്നിട്ടായിരുന്നില്ല ആ പോർഷൻ. ഒരു ഭാഗം പരിപൂർണമായിട്ട് മലയാള സിനിമയിൽ നടക്കുന്ന ശരിയല്ലായ്മകളെക്കുറിച്ച്, മറ്റൊരു ഭാഗം ആ ശരിയല്ലായ്മകൾ ആര് സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ച്. സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഹേമ കമ്മിറ്റി അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ സൗകര്യം ഗവൺമെന്റ് വിനിയോഗിച്ചു. 65 പേജുകൾ അവരെടുത്തു മാറ്റി. ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ അത് ഉന്നയിക്കപ്പെട്ടവര് ആരുടെ പേരിലാണോ അവര് അതൊന്നും പുറത്തു വരില്ല എന്നുള്ളത് കൊണ്ട്, എന്നാണ് സ്വപ്നം. പുറത്തു വരില്ല എന്നുള്ളത് കൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൊതുമണ്ഡലത്തിലെത്തി ഒന്നും സംഭവിക്കില്ല. ഇതാണ് സർക്കാർ കരുതിയത്. ഇതാണ് സൂപ്പർ സ്റ്റാറുകൾ എല്ലാവരും കരുതിയത്. എന്തിന്റെ സൂപ്പർ സ്റ്റാർ? ഈ വിഷയത്തിന്റെ സൂപ്പർ സ്റ്റാറുകൾ കരുതിയത്, പീഡന വീരന്മാർ കരുതിയത്. എന്തൊക്കെയോ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രധാന ബുദ്ധിമുട്ട് മൂത്രമൊഴിക്കാൻ പറ്റാത്തതാണ് പ്രശ്നം. ഞാൻ ഓർമ്മിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ അയോധ്യ സിനിമയുടെ ഷൂട്ടിംഗ് വന്നു. അന്ന് പഴയ മീന, അതുപോലെ തന്നെ റാണി ചന്ദ്ര, KR വിജയ, ഒരുപാട് നടന്മാരവിടെ വന്നു. അവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലാണ് കാര്യങ്ങൾ സാധിച്ചിരുന്നത്. ഇപ്പോഴാണ് കാരവൻ വന്നത്. കാരവനകത്ത് കയറിയിട്ടാണ് മൂത്രമൊഴിക്കലും പിടിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ കാരവൻ സംസ്കാരം മലയാള സിനിമയെ എത്രമാത്രം തകർത്തു എന്നുള്ളത് അതിന് വേറൊരു വിഷയമായിട്ട്, അതിനെ തിസീഷനായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനകത്താണ് പിടിയും വലിയും കുടിക്കലും തിന്നലും മാന്തലും ചൊറിയിലൊക്കെയും നടക്കുന്നത്. അതും പ്രധാനപ്പെട്ട സ്ഥലത്തെ ദിവ്യന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു സങ്കേതം. പണ്ട് അങ്ങനെയായിരുന്നില്ല. ഞാൻ മദ്രാസിലൊക്കെയുള്ള കാലത്ത് അപ്പുറത്ത് കമലഹാസൻ ഇരുന്ന് ആഹാരം കഴിക്കുന്നു, ഇപ്പുറത്ത് അവിടെയുള്ള എക്സ്ട്രാകൾ ഇരുന്ന് ആഹാരം കഴിക്കുന്നു, ഒരേ ആഹാരം കഴിക്കുന്നു. കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടിരുന്ന അതിനകത്തുള്ള കാറ്ററിംഗുകാർ കൊണ്ടിരുന്ന ഇഡ്ഡലി അവിടെ ആ പാറപ്പുറത്തിരുന്ന് രജനീകാന്ത് കഴിക്കുന്നു. അത്രത്തോളം വലിപ്പമൊന്നും ഇവർക്ക് ആർക്കും ആയിട്ടില്ലല്ലോ. എന്തായാലും കുറെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിലെത്തും. എന്താ പ്രശ്നങ്ങൾ? മലയാള സിനിമയിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റാറുകൾ കുറേ ആൾക്കാർ പീഡനം നടത്തുന്നുണ്ട്. കുറേ സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നുണ്ട്. കുറേ സ്ത്രീകളെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ആരാണ് ഈ കുറേ സ്ത്രീകൾ? ആരാണ് പീഡിപ്പിച്ചവര്? ആരാണ് പീഡകര്? ആരാണ് പീഡിതര്? ഇതൊന്നുമില്ല. അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നാൽ, റിപ്പോർട്ട് പുറത്തു വന്നു എന്നായി, അതിന്റെ പേരിൽ ഒന്നും സംഭവിക്കില്ല എന്ന് സർക്കാർ ആശ്വാസം കൊണ്ടു.
ഒരു 5-6 ദിവസം ഈ റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ട് അവർ സുഖമായിട്ട് ഗവൺമെന്റ് കിടന്നുറങ്ങി. സിനിമയിലെ ഉന്നതന്മാർക്കും സന്തോഷം. ആ ധാരണയ്ക്ക് കനത്ത തിരിച്ചടി. അറ്റ്ലാന്റിക്കിന്റെ മധ്യത്തില് ആവശ്യത്തിലേറെ വേഗതയില് രാത്രിയും പകലും, പകലിനെ രാത്രിയാക്കി, രാത്രി പകലാക്കി, ആടിപ്പാടി കുടിച്ചു മതിച്ച് ടൈറ്റാനിക്. അവിടെ അങ്ങനെ ഒരു മഞ്ഞുമല വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. ദൈവത്തിന് പോലും തകർക്കാൻ കഴിയാത്ത കപ്പല് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ലെറ്റർ ഹെഡിൽ അവരുടെ. ദൈവത്തിന് പോലും തകർക്കാൻ കഴിയാത്ത കപ്പലിൽ നടുക്കടലിൽ എന്ത് ദൈവം? നടുക്കടലിലും ദൈവമുണ്ട്. അതാണ് കണ്ടത് മഞ്ഞുമല. ഏതായാലും ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ അർമാദിച്ച് സുഖിച്ച് ആനന്ദ സാഗരത്തിൽ മുഴുകി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ സൂപ്പർ സ്റ്റാറുകളും പീഡക പ്രമാണികളും ഒരിക്കൽ പോലും അതിവിദൂരമായിട്ടൊരു സാധ്യത പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല തങ്ങളെ പിടിക്കുമെന്ന കാര്യത്തിൽ. ഇപ്പൊ എല്ലാവരും വിറകൊള്ളുകയാണ്. ഗോൾഡൻ വിസയുള്ള പല ആൾക്കാർ പിറ്റേ ദിവസം സൂപ്പർ സ്റ്റാറുകളിൽ പലതും ദുബായിക്ക് വിട്ടു എന്നാണ് കേൾക്കുന്നത്. ദുബായ് എന്ന് പറഞ്ഞാൽ ചൊവ്വയിലൊന്നും അല്ലല്ലോ, പിടിച്ചു കൊണ്ടുവരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആരോ ഒരാൾ പറഞ്ഞു അടുത്ത അമ്മയുടെ ഇവന്റെയൊക്കെ അമ്മയുടെ മീറ്റിംഗ് പൂജപ്പുര സെൻട്രൽ ജയിലിലായിരിക്കുമെന്ന്. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നാൽ സ്വമേധയാ കേസെടുക്കാം എന്നൊരു നിയമമുണ്ട്. അത് കുറച്ചുകൂടി ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ന്യായ പദ്ധതി വന്നത്, BJPയുടെ ന്യായ പദ്ധതി വന്നതോട് കൂടിയിട്ട്. സ്ത്രീകളുടെ മേലെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ആ കൈ പോച്ച്, ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നാൽ സ്വമേധയാ കേസെടുക്കാം. അങ്ങനെ ഒരു നിയമമുള്ളത് മറച്ചു വെച്ച് ആ ഭാഗത്ത് നോക്കാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും കോടതിയിലെത്തി. കോടതിയിലിപ്പോൾ നിയമമായിട്ട് തന്നെ നടക്കും. അത് സർക്കാരിനെ വെട്ടിലാക്കി, സൂപ്പർ സ്റ്റാറുകളെ വെട്ടിലാക്കി, സിനിമാ ദൈവങ്ങളെ വെട്ടിലാക്കി, സിനിമാ ദേവതകളെ വെട്ടിലാക്കി. എല്ലാവർക്കും ലെഫ്റ്റ് റൈറ്റ് എന്ന് മറ്റേ ഉള്ളിലോട്ട് പോകാം, അഴിയെണ്ണം. മാത്രമല്ല പ്രതിപക്ഷം ഇത് ആയുധമാക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം സൂപ്പർ സ്റ്റാറുകൾ, സാമ്പത്തികമായിട്ട് സൂപ്പർ സ്റ്റാറുകൾ, അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ പ്രതിപക്ഷം ഒരു ചെറുവിരലും അനക്കില്ല എന്ന് കരുതി തെറ്റുപോയി. പ്രതിപക്ഷം ഇത് ആയുധമാക്കി എടുത്തിരിക്കുകയാണ്. അവർ ഭാഗത്തുനിന്ന് അബിൻ വർക്കിയോ ഏതോ ഒരാൾ ഇപ്പോൾ അതിനകത്തുള്ള എല്ലാ വിധത്തിലെ ചണ്ടിപിണ്ടി കളികൾ നടത്തിയിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്, കൊണേഷൻ. മറ്റൊരു MLA ഉണ്ട്, മൊക്കേഷൻ. അവർക്കെതിരെ കേസ് കൊടുത്താൽ ആ കേസ് നമ്മുടെ ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ എവിടെയും ഷൂട്ടിംഗ് നടത്താൻ അനുവദിക്കില്ല. ആരാണെന്ന് അറിയണം, ആരാണ് പീഡകന്മാർ, ആരെയൊക്കെയാണ് പീഡിപ്പിച്ചിട്ടുള്ളത്. ആ 65 പേപ്പറും കഷം പുറത്തേക്ക് എടുക്കാത്തോടത്തോളം കാലം കേരളത്തിലെവിടെയും ഷൂട്ടിംഗ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള സൂചനയും അവർ നൽകിക്കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രനും BJPയുടെ ആൾക്കാരും ഈ ഒരു സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത് വലിയ ആയുധമാക്കി എടുത്തിട്ടുണ്ട്. മന്ത്രി കൊണേഷ് കുമാർ അടക്കമുള്ള പവർ ഗ്രൂപ്പ് അവരാണ് ഈ വക എല്ലാ വിധമുള്ള ചണ്ടിത്തരങ്ങളും കാണിച്ചിട്ടുള്ളത്. അത് പണ്ടേ സാധാരണക്കാർക്ക് അറിയാമായിരുന്നു. പക്ഷെ അതിനൊരു പ്രാബല്യം ഉണ്ടാകണമല്ലോ. ആ പ്രാബല്യത്തിനായിട്ട് രേഖകൾ വേണമല്ലോ. അതാണ് ഇപ്പോൾ കിട്ടിയത്, അതാണ് മൂടി വെച്ചത്. ഏതായാലും കൊണേഷന്റെ പങ്ക് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ VD സതീശൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആവശ്യപ്പെട്ടത് മാത്രമല്ല, കോടതിയിൽ പോയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പബ്ലിക് പ്രസംഗിക്കുന്ന സമയത്ത് ആവശ്യപ്പെട്ടതല്ല, കോടതിയിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ റിപ്പോർട്ട് 65 പേജ് കൂടി ചേർത്ത് വെച്ചിട്ടുള്ള അനുബന്ധ സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് അടക്കമുള്ള എല്ലാ വിധത്തിലും അറ്റം വരെയുള്ള സകല
ഈ പീഡന കാര്യങ്ങളെക്കുറിച്ചുള്ള സകല രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ കോടതി സർക്കാരിന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കില്ലെന്ന് ഉറപ്പായി. ഉന്നതർ പല ആളുകളുടെയും പേരുകൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് ജസ്റ്റിസ് ഹേമ പറയുന്നത്. ഉന്നതർ ആരൊക്കെയാണെന്ന് ഏകദേശം ധാരണ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. മൊഴി നൽകിയവരുടെ വിവരങ്ങൾ അത് സർക്കാരിന്റെ പക്കലുണ്ട്. ഇല്ലെന്ന് കോടതിയെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ, ഈ 65 പേജ് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും. ജസ്റ്റിസ് ഹേമയുടെ കയ്യിൽ ഇതിന്റെ കോപ്പി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ശാരദാമ്മയുടെ കയ്യിൽ ഇതിന്റെ കോപ്പി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പല മന്ത്രിമാരുടെ കയ്യിൽ ഇതിന്റെ കോപ്പി ഉണ്ടെന്ന കാര്യമുള്ള ഉറപ്പാണല്ലോ. ഇതിന്റെ കോപ്പികൾ ചോർന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പായിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇനി ഒന്നും മൂടി വെക്കാൻ കഴിയില്ല. മന്ത്രി കൊണേഷ് കുമാറും MLA മൊഹേഷ് കുമാറും ആരോപണ വിധേയരാണ്. ഇത് കേരളമാണ്, എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. ഇത് ബീഹാർ പോലെ കുറെ സിറ്റികൾ, പിന്നെ ഈ പുതുയുഗത്തിലേക്ക് ഇനിയും കടന്നു വരാത്ത കുറെ ഗ്രാമങ്ങൾ, അതല്ല കേരളം. എല്ലാവരും അറിയുന്നുണ്ട്. പെണ്ണുങ്ങളെ മാറ്റി മാറ്റി വെച്ചുള്ള കളികൾ കുടുംബത്തിനകത്ത് പോലും നടത്തിയവരാണ് ഈ പറയുന്ന മുകേഷും കൊണേഷും. അവരുടെ നേരെയാണ് ഇപ്പോ ആരോപണത്തിന്റെ മുന നീണ്ടിരിക്കുന്ന അവരുടെ നേരെയാണ്. പിന്നെയും ഉണ്ട് ആളുകൾ 3000-വും 4000-വും 5000-വും പെണ്ണുങ്ങളെ പ്രാപിച്ചു എന്ന് പറഞ്ഞ് അർമാദിക്കുന്ന ഒരു ആനക്കൊമ്പൻ സൂപ്പറുണ്ട് ഇവിടെ. അയാളില്ലാതെ മുതലാളിമാരുടെ കല്യാണം നടക്കില്ല. അയാളില്ലാതെ ബൃഹത്തായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങുകളും നടക്കില്ല. ദൈവങ്ങൾ പോലും വേണ്ട, ആധ്യാത്മിക ആചാര്യന്മാർ വേണ്ട, ഇത്തരം ആളുകളെ വേണ്ടു. ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് കൊണ്ടുപോയതാണോ അല്ലാത്തതാണോ എന്നറിയില്ല. 10,000-കണക്കിനെന്നാണ് പലരും പറയുന്നത്. അയാളുടെ തന്നെ കണക്കിൽ പറയേണ്ടത് 3000-ന് മേലെ എന്ന് സ്ത്രീകളെ പ്രാപിച്ചിട്ടുള്ളത്. അത് അന്തസ്സിന്റെ ചിഹ്നമായിട്ട് കൊണ്ട് നടക്കുകയാണ്. കേരളത്തിൽ അത് അന്തസ്സിന്റെ ചിഹ്നം ആകാറായിട്ടില്ല. സംസ്കാരം ആ രീതിയിലേക്ക് വളർന്നിട്ടില്ല. ഏതായാലും ഈ പറയുന്ന ഒരു കൂട്ടം ആളുകളെ രക്ഷിക്കാനുള്ള നീക്കം സർക്കാരിൽ വലിയ രൂപത്തിൽ നടക്കുന്നുണ്ട്. ഇവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നടൻ തിലകന്റെ ജീവിതം ഈ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ ആഗ്നേയാസ്ത്രത്തിൽ വെന്തുപോയതാ. അതിൽ സൂപ്പർ സ്റ്റാറുകൾക്കും പങ്കുണ്ട്. അതും വെളിച്ചത്ത് വരും. വലിയ ഇമേജുള്ള ആളുകളുണ്ട്. സാംസ്കാരികമായിട്ട് അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും പേരിൽ, ആത്മീയതയുടെ പേരിൽ ഇന്ന് വരെ ആർക്കും ഒരു നുള്ളു മണ്ണ് പോലും വാരി എറിയാൻ, ഒരു നുള്ളു മണൽ പോലും വാരി എറിയാൻ കഴിയാത്ത ഒരു സൂപ്പർ സ്റ്റാർ. അയാളുടെ ഇമേജിലും കോട്ടം തട്ടിയിരിക്കുകയാണ്. അയാൾ ഇറങ്ങിപ്പോയിരിക്കണമെന്നാ കേട്ടത്. സംഭവം അറിഞ്ഞ സമയത്ത് എപ്പോഴും മൗനം പാലിക്കുന്ന ആ മനുഷ്യൻ ദുബായിലേക്ക് വിട്ടു എന്നാണ് കേൾക്കുന്നത്. താൽക്കാലികമായിട്ടൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. ദിലീപ് കേസ് വന്നതോടു കൂടിയിട്ടാണ് ഈ സംഭവങ്ങൾ സങ്കീർണമായത്. ആയതുകൊണ്ട് തന്നെ ആ സൂപ്പർ സ്റ്റാർ അയാൾ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രാന്തദർശിത്വം കയ്യിലുള്ളത് കൊണ്ടോ എന്തോ പുറകിൽ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് മാത്രം മതി, എനിക്ക് പ്രസിഡന്റ് സ്ഥാനവും വേണ്ട, വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണ്ട, സെക്രട്ടറിയുടെ സ്ഥാനം വേണ്ട, ഒരു സ്ഥാനവും വേണ്ട, എങ്കിലും പുറകിലിരുന്ന് കാര്യങ്ങൾ നടത്തുന്നുമുണ്ട്. അതും എല്ലാവർക്കും അറിയാം. അതൊരു മാഫിയ സംഘം. ഏതായാലും പദവികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. അതൊരു സൂത്രം.
അതൊരു ബുദ്ധി. സിനിമയിൽ ഗുണ്ടകൾക്ക് എപ്പോഴാണ് സ്ഥാനം കിട്ടിയത്? ഒരിക്കൽ ആലപ്പുഴയിലുള്ള ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്, കാർത്തിക സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്, അതിൽ ഏതോ ഒരു നടിയെ, ശാരദയാണോ മറ്റോ ആണോ, എന്തോ സഭ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അന്ന് സത്യം ചെന്ന് അയാളെ ചവിട്ടിക്കൂട്ടിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതേ നായിക നടന്മാരെ ഗുണ്ടകളെ കൊണ്ടുവന്ന് സിനിമയിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകളെ ആക്രമിക്കുന്നത് നോക്കുക. കാര്യങ്ങൾ എങ്ങനെ മാറി, കാറ്റെങ്ങനെ മാറി വീശുന്നു എന്നും. ഇപ്പൊ സിനിമയിൽ സിനിമാ നടന്മാർ വരുമ്പോൾ അതൊരു പത്രാസിന്റെ ഭാഗമാണ്. അവർ തന്നെ ശമ്പളം കൊടുത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള അധികായന്മാര് ചുറ്റും നിൽക്കുന്നു. എവിടെയും പോകുമ്പോഴും ക്യാമറക്കാര്, സ്വന്തം ക്യാമറക്കാരും അല്ലാത്ത ക്യാമറക്കാരും പറഞ്ഞിട്ട് ഞാൻ വരുന്നു. അങ്ങനെ നടന്മാർ വരുന്നത് വലിയ വലിയ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയ രാമൻ രാഘവനെ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വരുന്നത് പോലെ അങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കരിമ്പൂച്ചകളുടെ നടുവിൽ പ്രധാനമന്ത്രിമാരൊക്കെയും വരുന്ന പോലെ, അമേരിക്കൻ പ്രസിഡന്റൊക്കെയും വരുന്ന പോലെ. അവർക്കത് സർക്കാർ കൊടുക്കുന്നതാണ്, അതിനൊരു കീഴ്വഴക്കമുണ്ട്. ഇവിടെ സംഭവം അങ്ങനെയല്ല. ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്? ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് ഇതെല്ലാം. ഏതായാലും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടു. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായ സമയത്ത് ഇനി ഇങ്ങനെയായാൽ പോരാ, അത് ആസൂത്രിതമാണെന്ന് പറഞ്ഞത് ആരാണ്? മഞ്ജു വാര്യർ. അവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ഒരു സമഷ്ടി സ്വരൂപം വാർത്തെടുത്തു. അങ്ങനെയുള്ള WCCയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ തന്റെ മാമുണ്ണൽ മുട്ടെന്ന് കരുതി അവരവരെ വഞ്ചിച്ച് തിരിച്ചു പോന്നു. അത് നമ്മൾ കണ്ടതാണ്. രണ്ടാമത് സിനിമയിൽ എത്തിയ സമയത്ത് WCCയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ ഒതുക്കാനും മടക്കാനും പാർശ്വവൽക്കരിക്കാനും ശ്രമം നടത്തി. പക്ഷേ അതിലൊരു സൂപ്പർ സ്റ്റാറിന്റെ ഒക്കത്ത് കയറി, തോളത്ത് കയറി, അവിടെ കയറി, ഇവിടെ കയറി, കാര്യങ്ങളൊക്കെ ബാക്കി പറയുന്നില്ല. WCC രാജിവെച്ചു. അവർ പരിപൂർണമായിട്ട് ഈ പീഡക സംഘത്തിന്റെ പവർ ഗ്രൂപ്പിന്റെ ഒരു ലേഡി വിഭാഗത്തിന്റെ തലൈവിയായിട്ട് മാറുകയും ചെയ്തു. അവർ നേടി. ബാക്കിയുള്ളവരെ കാര്യം ഏതായാലും അവർക്കൊരു കാര്യം മനസ്സിലായി. പിടിച്ചു നിൽക്കണമെങ്കിൽ വഴങ്ങിക്കൊടുത്തേ മതിയാവൂ എന്ന്. അതിന്റെ പേരിലാണ് വിമൻ ഇൻ കളക്റ്റീവ് സിനിമ അത് വിട്ടത്. ദിലീപ്, അതുപോലെ ഇപ്പോഴത്തെ സിദ്ദിഖ്, മുകേഷ്, കൊണേഷ് അടങ്ങുന്ന ലോബി വളരെ ശക്തമാണെന്ന് എല്ലാവർക്കും അറിയാം. പരസ്യമായിട്ടുള്ള രഹസ്യമാണത്. ഏറ്റവും വലിയ രസം, ഇപ്പോഴത്തെ യുവതാരങ്ങൾ, നല്ല വീറും വീര്യവുമുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന യുവതാരങ്ങൾ, ആഷിഖ് അബു തുടങ്ങിയ ആളുകൾ, ദിലീപ് പോത്തൻ, അവരെ എനിക്ക് മുഴുവൻ ആൾക്കാരെ പേരറിയില്ല. അവരാർക്കും ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണ്? അവര് സിനിമയിൽ വരുന്നു, ആ ജോലി ചെയ്യുന്നു, അവര് വീട്ടിലേക്ക് പോകുന്നു. അതിന്റെ പുതു കാലഘട്ടത്തിൽ നടന്മാരാരും ഇതിനകത്ത് പെട്ടിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പക്ഷേ അവരിലും പ്രശ്നമുണ്ട്. ആ പ്രശ്നം കുടിയും വലിയുമാണ്. മദ്യസേവയും അതുപോലെ തന്നെ മയക്കുമരുന്ന് സേവയും. അതങ്ങനെ താരസംഘടനയിലുള്ള നടിമാരോട്, WCCയിൽ ഇല്ലാത്ത നടിമാരോട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല, കാണട്ടെ, പഠിക്കട്ടെ, എന്നിട്ട് പറയാം. ഈ 3 വാചകമേ പറയാവൂ എന്ന് പറഞ്ഞ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് അവർ മിണ്ടുന്നില്ല. ഇവിടെ ഒരു ഗായികയുണ്ട്,
ഉത്തരേന്ത്യയില് ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഇവിടെ വിളക്ക് കൊത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആഹ്വാനം ചെയ്തെന്ന് ഖത്രാസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അവര്. ഗുജറാത്തിൽ നടന്ന അതിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല അവര്. അതേ സമയത്ത് ഡോക്ടറുടെ കേസ് വന്ന സമയത്ത് മമതാ ബാനർജിയുടെ മെക്കെട്ട് കയറാൻ വേണ്ടി തൊള്ള തുറന്നു ഈ ഗായിക. ഇപ്പോ സ്വന്തം തട്ടകത്തിനകത്ത് നടക്കുന്ന മഹാക്രൂരകൃത്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് കേരളം മുഴുവൻ ഇളകിയിരിക്കുന്ന സമയത്തും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ. ഇതാണ് അവരുടെ പല്ലവി, ഇതാണ് അവരുടെ പാട്ട്. മിണ്ടിയിട്ടില്ല. ഏതായാലും ഇനിയും ഇത് പൂഴ്ത്തിവെച്ച് ഈ ലംബടന്മാരെ, വിഷയലംബടത്വത്തിന്റെ സൂപ്പർ സ്റ്റാറുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ സർക്കാരിന്റെ പ്രതിച്ഛായ അതോടുകൂടിയിട്ട് അവതാളത്തിലാകും. ആയതുകൊണ്ട് തന്നെ സിനിമാക്കാരെ രക്ഷിക്കാൻ ഇനി തങ്ങളാൽ കഴിയില്ല എന്നുള്ള രീതി വരുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയോ ഈ സംഭവം കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. ഏതൊരു നടികളല്ല ഈ കോടതിയിൽ സംഭവം എത്തിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. മുഖം രക്ഷിച്ചേ മതിയാകൂ. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷം പുഴുങ്ങി വെച്ചു. ഇപ്പൊ പാകമായി ദേ പുറത്തേക്ക് വന്നു. ഇനി ഏതായാലും ഈ കളി ഇവർ വിചാരിച്ചെടുത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഹൈക്കോടതിയുടെ കോർട്ടിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഹൈക്കോർട്ടിന്റെ കോർട്ടിൽ. അവിടേക്ക് ആർക്കും ചെന്ന് മാന്തി പറിക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലായിരിക്കും ഇനി ഇവരുടെ ഈ പണ്ടാരക്കെട്ട് അമ്മയുടെ അടുത്ത മീറ്റിങ്ങുകൾ. മലയാള സിനിമയുടെ ഗതി എന്താകുമെന്ന് ഇനി കാത്തിരുന്ന് കാണാനേ പറ്റൂ. ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. നമസ്കാരം.